നമസ്കാരം. ലോകത്തിന്റെ കണ്ണിന്ന് ഗുജറാത്തിലെ വൻതാരയിലാണുള്ളത്. ഫുട്ബോൾ മൈതാനത്തെ അത്ഭുത പ്രവൃത്തികൾ കൊണ്ട് ലോകത്തെ വിസ്മയിച്ച ലയണൽ മെസ്സി ഭാരതീയ പാരമ്പര്യത്തിന്റെ ഭാഗമായി ആരതി ഒഴിയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുമ്പോൾ അത് വെറുമൊരു സന്ദർശനമായി ആർക്കും കാണാൻ കഴിയില്ല അല്ലെ. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ മുകേഷ് അംബാനിയുടെ സ്വാധീന ശക്തി എത്രത്തോളം ഉണ്ട് എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത്. അസാധ്യമെന്ന് ലോകം കരുതുന്ന കാര്യങ്ങൾ അനായാസേന സാധ്യമാക്കുന്ന അംബാനി കുടുംബം ആഗോള സെലിബ്രിറ്റികളെയും കായിക ഇതിഹാസങ്ങളെയും ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന രീതി അക്ഷരാർത്ഥത്തിൽ ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഹോളിവുഡ് താരങ്ങൾ മുതൽ പോപ്പ് ഗായകർ വരെ അംബാനി കുടുംബത്തിലെ അതിഥികളായി മാറുന്നത് കേവലം പണത്തിന്റെ മാത്രം ബലത്തിലല്ല, മറിച്ച് അംബാനി എന്ന സാമ്രാജ്യം ആഗോളതലത്തിൽ കെട്ടിപ്പടുത്ത ഗാഢമായ ബന്ധങ്ങളുടെയും അധികാരത്തിന്റെയും പ്രതിഫലനം കൂടിയാണിത്. സെലിബ്രിറ്റികളെ കൈകാര്യം ചെയ്യുന്നതിലും അവരെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാക്കുന്നതിലും അംബാനി പുലർത്തുന്ന ഈ വൈദഗ്ധ്യം ഇന്ന് ലോകമെങ്ങും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. അംബാനിയുടെ ആഡംബരങ്ങൾക്കും അതിഥികൾക്കും അതിരുകളില്ലെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ മിഷിഹ ലയണൽ മെസ്സി ഗുജറാത്തിലെ വൻതാരയിലെത്തി ആരതി ഒഴിയുന്ന വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ലോകം ഒന്നടങ്കം ആ അമ്പരപ്പിൽ നിന്ന് മാറിയിട്ടില്ല. അസാധ്യമായതിനെ സാധ്യമാക്കുക എന്നത് മുകേഷ് അംബാനിയുടെ ശീലമാണെന്ന് ഈ ദൃശ്യങ്ങൾ ഇതിനോടകം അടിവരയിട്ട് കഴിഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ വിളിപ്പുറത്ത് കായിക ലോകത്തെ ചക്രവർത്തി തന്നെ എത്തിയെന്നത് അംബാനി കുടുംബത്തിന്റെ ആഗോള സ്വാധീനത്തിന്റെ വിളംബരം കൂടിയായിട്ട് നമുക്ക് നോക്കിക്കാണാം. ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായ ആരതി ഒഴിയൽ കർമ്മത്തിൽ മെസ്സി പങ്കുചേരുന്നത് കൗതുകത്തോടെയും അഭിമാനത്തോടെയുമാണ് ആരാധകർ ഇന്ന് നോക്കിക്കാണുന്നത്. ഫുട്ബോൾ മൈതാനങ്ങളിൽ മാന്ത്രികത കാണിക്കുന്ന മെസ്സിയെ വൻതാരയിലെ പ്രകൃതി ഭംഗിക്ക് നടുവിൽ കാണാനായത് അവിശ്വസനീയമായ മറ്റൊരു കാഴ്ചയും. വമ്പൻ താരങ്ങളെയും രാഷ്ട്രീയ തലവന്മാരെയും ഒരേ വേദിയിൽ അണിനിർത്താൻ അംബാനിക്ക് കഴിയുമെന്നതിൽ തർക്കമില്ല എങ്കിലും മെസ്സിയെ പോലൊരു ആഗോള ഐക്കണിനെ ഗുജറാത്തിന്റെ മണ്ണിലെത്തിച്ച് ഇത്തരം ഒരു ചടങ്ങിൽ പങ്കെടുപ്പിക്കുക എന്നത് അംബാനിക്ക് മാത്രം ഇന്ന് ഇന്ത്യയിൽ സാധിക്കുന്ന കാര്യമാണ്. പണത്തിന് പുറമെ അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ സൗഹൃദ ബന്ധങ്ങളും സ്വാധീനവുമാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. സോഷ്യൽ മീഡിയയിൽ പടരുന്ന ഈ വീഡിയോ ഇന്ത്യയുടെ അതിഥി സൽക്കാരത്തെയും അതുപോലെ അംബാനി സാമ്രാജ്യത്തിന്റെ കരുത്തിനെയും ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി പ്രദർശിപ്പിച്ചിരിക്കുന്നു. ലയണൽ മെസ്സി ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഗുജറാത്തിലെ വൻതാരയിൽ എത്തി എന്ന വാർത്ത രാജ്യത്തുടനീളം വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും അതുപോലെ തന്നെ വലിയ ആവേശത്തിനുമാണ് കാരണമായിട്ടുള്ളത്. സാധാരണഗതിയിൽ യൂറോപ്പിലെയും അമേരിക്കയിലെയും വമ്പൻ മൈതാനങ്ങളിൽ മാത്രം കാണാറുള്ള ലോക ഫുട്ബോൾ ഇതിഹാസത്തെ ഭാരതീയ വേഷവിധാനങ്ങളോടെയുള്ള ഒരു ആത്മീയ ചടങ്ങിന്റെ ഭാഗമായി കണ്ടത് ആരാധകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ സെക്കൻഡുകൾക്കുള്ളിൽ ഈ ദൃശ്യങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് പടർന്നത്. ഇത് കായിക ലോകത്ത് വലിയൊരു ഇളക്കം തന്നെ ഇതിനോടകം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യം എടുത്തു പറയേണ്ടതില്ലല്ലോ. ഫുട്ബോൾ പ്രേമികൾക്ക് ഇത് കേവലം ഒരു സന്ദർശനമല്ല, മറിച്ച് തങ്ങളുടെ പ്രിയ താരം തങ്ങളുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നതിനെ വലിയൊരു വൈകാരിക നിമിഷം കൂടിയാണ്. അംബാനി കുടുംബത്തിന്റെ വിവാഹാഘോഷങ്ങളുടെ ഭാഗമായി ആഗോള സെലിബ്രിറ്റികൾ മുൻപും വന്നിട്ടുണ്ട് എങ്കിലും മെസ്സിയുടെ സാന്നിധ്യം ഉണ്ടാക്കിയ തരംഗം സമാനതകളില്ലാത്തത് തന്നെയാണ്. മെസ്സി ഇന്ത്യയിൽ എത്തുമ്പോൾ ലഭിക്കുന്ന സ്വീകാര്യതയും അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുന്ന ആരാധക കൂട്ടവും രാജ്യത്ത് ഫുട്ബോളിനോടുള്ള വർദ്ധിച്ചു വരുന്ന താല്പര്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അംബാനി എന്ന വ്യവസായ ഭീമന്റെ കരുത്ത് ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടതിനോടൊപ്പം മെസ്സി എന്ന വിസ്മയം ഇന്ത്യൻ മണ്ണിൽ ചുവടുറപ്പിച്ചത് കായിക ഭൂപടത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ ഈ സന്ദർശനത്തെ വളരെ പ്രാധാന്യത്തോടെയാണ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഇന്ത്യയെക്കുറിച്ചുള്ള ആഗോള ചർച്ചകൾക്കും പുതിയൊരു മാനം നൽകിയിട്ടുണ്ട് എന്ന സന്തോഷകരമായിട്ടുള്ള വാർത്തയുമാണ്. ഇത് ആദ്യമായിട്ടല്ല ഇത്തരം സെലിബ്രിറ്റികൾ അംബാനിക്ക് അതിഥികളായി എത്തുന്നത് എന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ. അനന്ത് അംബാനിയുടെ വിവാഹ സമയത്ത് ഉണ്ടായത് നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും അല്ലെ. അംബാനി കുടുംബത്തിലെ വിശേഷങ്ങൾ എപ്പോഴും ലോകശ്രദ്ധ നേടാറുള്ളത് അവിടെ അതിഥികളായി എത്തുന്ന പ്രമുഖരുടെ നിര കൊണ്ടൊക്കെ തന്നെയാണ്. അടുത്തിടെ നടന്ന അനന്ത് അംബാനി രാധിക മർച്ചന്റ് വിവാഹമായാലും അതിനു മുൻപ് നടന്ന പ്രീ വെഡിങ് ആഘോഷങ്ങളായാലും ആഗോള സെലിബ്രിറ്റികളെ അംബാനി കൈകാര്യം ചെയ്യുന്ന രീതി ഇന്ത്യയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പ് ഗായകന്മാരിൽ ഒരാളായ റിയാനയെ ഗുജറാത്തിലെ ജാംനഗറിൽ എത്തിച്ച് പെർഫോം ചെയ്യിപ്പിച്ചത് വലിയൊരു അത്ഭുതമായിട്ടാണ് അന്ന് ആരാധകർ നോക്കിക്കണ്ടത്.
വർഷങ്ങളായി സ്റ്റേജ് ഷോകളിൽ നിന്ന് വിട്ടുനിന്നിരുന്ന റിയാനയെ ഇന്ത്യയിൽ എത്തിക്കാൻ അംബാനിക്ക് സാധിച്ചത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക കരുത്തിന്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിന്റെയും തെളിവായിട്ട് മാറി. ഇതിനു പുറമെ പോപ്പ് താരം ജസ്റ്റിൻ ബീബർ മുംബൈയിലെത്തി സംഗീത വിരുന്നൊരുക്കിയതും കാറ്റി പെറി, ബാക്ക് സ്ട്രീറ്റ് ബോയ്സ് തുടങ്ങിയവർ അംബാനി കുടുംബത്തിലെ ആഘോഷങ്ങളിൽ പാടാനെത്തിയതും വലിയ വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ടായിരുന്നു. ഹോളിവുഡ് താരങ്ങളായിട്ടുള്ള ജോൺ സീനയെ പോലുള്ളവർ ഇന്ത്യൻ വസ്ത്രങ്ങൾ ധരിച്ച് ഭാരതീയ കല്യാണങ്ങളിൽ നൃത്തം ചവിട്ടുന്ന കാഴ്ചകൾ വിദേശ മാധ്യമങ്ങൾ പോലും വളരെ അമ്പരപ്പോടെയാണ് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. വെറും അതിഥികളായി വരിക എന്നതിലുപരി ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായി മാറാനും ഇവിടുത്തെ ചടങ്ങുകളിൽ സജീവമായിട്ട് പങ്കുചേരാനും ഇവരെ എല്ലാം പ്രേരിപ്പിക്കുന്നത് അംബാനി എന്ന ബ്രാൻഡിന്റെ വലിപ്പം തന്നെയാണ്. മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ്, മൈക്രോസോഫ്റ്റ് സ്ഥാപകനായിട്ടുള്ള ബിൽ ഗേറ്റ്സ് തുടങ്ങിയ ലോകോത്തര ബിസിനസ് പ്രമുഖർ പോലും അംബാനിയുടെ അതിഥികളായി ഇന്ത്യയിലെ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നത് നാം കണ്ടു നിന്നതാണ്. സെലിബ്രിറ്റികളെ കേവലം സ്റ്റാർ വാല്യൂ ആയി മാത്രം കാണാതെ അവരെ തന്റെ കുടുംബത്തിലെ ആഘോഷങ്ങളിലെ ഭാഗമാക്കാൻ അംബാനിക്ക് കഴിയുന്നത് ഇന്ത്യയുടെ പവർ പ്ലേ ആയിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പണത്തിന് പുറമെ ആഗോളതലത്തിൽ അംബാനി കുടുംബം പുലർത്തുന്ന വ്യക്തിപരമായ ബന്ധങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു താരനിരയെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ അവരെ പ്രാപ്തരാക്കിയ ഘടകവും. അനന്ത് അംബാനിയുടെ വിവാഹ ആഘോഷങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് ലോകോത്തര താരങ്ങളുടെ അവിശ്വസനീയമായ പങ്കാളിത്തം കൊണ്ടാണ് എന്നത് നമ്മൾ ഇവിടെ പറയേണ്ട കാര്യം തന്നെയാണല്ലോ. മുൻപ് സൂചിപ്പിച്ച റിയാനയ്ക്കും ജസ്റ്റിൻ ബീബറിനും പുറമെ ആഗോള സംഗീത ലോകത്തെ അതികായന്മാരായിട്ടുള്ള ഏക്കൺ, ലാന ഡെൽ റേ തുടങ്ങിയവരും അംബാനി കുടുംബത്തിന് വേണ്ടി ഇന്ത്യയിൽ സംഗീത വിരുന്ന് ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ച് ഇറ്റലിയിലെ ക്രൂയിസ് കപ്പലിൽ വെച്ച് നടന്ന ആഘോഷങ്ങളിൽ ആന്ദ്രേ ബോസെല്ലി തന്റെ വിസ്മയകരമായ ശബ്ദത്തിലൂടെ അതിഥികളെ മയക്കിയത് വലിയ വാർത്തയായിരുന്നു അന്ന്. ഹോളിവുഡ് താരങ്ങളായിട്ടുള്ള കിം കർദഷിയാൻ, ക്ലോ കർദിഷിയാൻ എന്നിവർ മുംബൈയിലെത്തി പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ചടങ്ങുകളിൽ പങ്കെടുത്തത് ആഗോള ഗ്ലാമർ ലോകത്ത് വലിയ ചർച്ചകൾക്ക് അന്ന് വഴി തുറന്നിരുന്നു. ഇതിനു പുറമെ ലോക പ്രശസ്തരായിട്ടുള്ള DJ മാർഷ്മെല്ലോ, ഡേവിഡ് ഗ്വറ്റ എന്നിവരും അംബാനി കുടുംബത്തിലെ വിവിധ ചടങ്ങുകളിൽ തങ്ങളുടെ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഫുട്ബോൾ മൈതാനത്തെ കരുത്തനായിട്ടുള്ള ഡേവിഡ് ബെക്കാം പോലും അംബാനിയുടെ ആതിഥേയത്വം സ്വീകരിക്കാൻ മുൻപ് എത്തിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റികളെ കേവലം സ്റ്റേജിലെ കലാകാരന്മാർ എന്നതിലുപരി ഒരു വിവാഹ വീട്ടിലെ അംഗങ്ങളെ പോലെ പെരുമാറാൻ പ്രേരിപ്പിക്കുന്ന അംബാനി ശൈലി അക്ഷരാർത്ഥത്തിൽ ലോകത്തെ അമ്പരപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ ഇവിടെ പറയണം. ബോളിവുഡ് താരങ്ങൾ മുതൽ ആഗോള ബിസിനസ് ഭീമന്മാർ വരെ അംബാനിയുടെ ഒരൊറ്റ വിളിയിൽ ഇന്ത്യയിൽ എത്തുന്ന കാഴ്ച ആഗോളതലത്തിൽ ഭാരതത്തിന്റെ സാമ്പത്തികവും സാംസ്കാരികവുമായ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആഗോള സെലിബ്രിറ്റികളെയും കായിക ഇതിഹാസങ്ങളെയും ഇന്ത്യയുടെ മണ്ണിലെത്തിക്കാനുള്ള മുകേഷ് അംബാനിയുടെ അസാമാന്യമായ കരുത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ലയണൽ മെസ്സിയുടെ ഗുജറാത്ത് സന്ദർശനം എന്നാണ് പറയുന്നത്. ഫുട്ബോൾ മൈതാനങ്ങളിലെ രാജാവായ മെസ്സിയെ വൻതാരയിൽ എത്തിച്ച് ഭാരതീയ ആചാരങ്ങളുടെ ഭാഗമാക്കാൻ കഴിഞ്ഞത് അംബാനി എന്ന ബ്രാൻഡിന്റെ ആഗോള സ്വാധീനത്തെ അല്ലാതെ മറ്റെന്താണ് പറയാനാകുക? റിയാനയും ജസ്റ്റിൻ ബീബറും കിം കർദാഷിയാനും ഉൾപ്പെടെയുള്ള ലോകോത്തര താരങ്ങൾ അംബാനി കുടുംബത്തിലെ അതിഥികളായി എത്തിയ ചരിത്ര വഴികളിൽ മെസ്സിയുടെ ഈ സാന്നിധ്യം ഏറ്റവും തിളക്കമുള്ള അധ്യായമായി മാറുകയാണ്. കേവലം പണത്തിനപ്പുറം ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളെ പോലും ഇന്ത്യയുടെ സംസ്കാരത്തിലേക്ക് ചേർത്ത് വെക്കാൻ അംബാനിക്ക് സാധിക്കുന്നു എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കാര്യം തന്നെ. അസാധ്യമായതൊന്നുമില്ലെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ട് അംബാനി കുടുംബം ഇന്ത്യയെ ലോകത്തിന്റെ വിനോദ സാംസ്കാരിക ഭൂപടത്തിൽ ഏറ്റവും മുൻനിരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. മെസ്സിയുടെ ഈ സന്ദർശനം വരും കാലങ്ങളിൽ ഇന്ത്യൻ കായിക മേഖലയിലും അതുപോലെ ഇന്ത്യയുടെ സാംസ്കാരിക വിനിമയങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.